ഈ അധ്യയന വർഷം മുതൽ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും 1 മുതൽ 10 വരെയുള്ള ക്ലാസുകളിൽ മലയാള പഠനം നിർബന്ധമാക്കുന്നതിനാണ് നിയമനിർമ്മാണം. സ്കൂളുകളിൽ മലയാളം സംസാരിക്കുന്നതിന് ഒരു നിരോധനവും ഏർപ്പെടുത്തരുതെന്ന് ബിൽ വ്യവസ്ഥ ചെയ്യുന്നു. CBSE, ICSE, അൺഎയ്ഡഡ് സ്കൂളുകൾക്ക് അംഗീകാരം നൽകുന്നതിന് മലയാള ഭാഷാ പഠനം നിബന്ധനയാക്കും. വ്യവസ്ഥകൾ ലംഘിക്കുന്ന സ്ഥാപനങ്ങളുടെ NOC റദ്ദാക്കും. ഭരണഘടനാപരമായി ബിൽ നിലനിൽക്കില്ലെന്ന് തടസ്സവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് KM മാണി, M ഉമ്മർ, N ഷംസുദ്ദീൻ എന്നിവർ പറഞ്ഞു. സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന CBSE, ICSE സ്കൂളുകളുടെ NOC റദ്ദാക്കാനിടയാകുകയാണെങ്കിൽ കുട്ടികളുടെ ഭാവിയും അതിന്മേലുണ്ടാകുന്ന നിയമ നടപടികൾ മൂലം ഈ ബില്ലിന് സാധുത നഷ്ടപ്പെടും സർ. ഏതെങ്കിലും ഭാഷ പഠിക്കുന്നതിന് തടസ്സമുണ്ടാകുകയോ ആർക്കെങ്കിലും തൊഴിൽ നഷ്ടപ്പെടുകയോ ചെയ്യില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കി. ഭാഷാ ന്യൂനപക്ഷങ്ങളുടെ സ്കൂളുകളിൽ മലയാളം അധ്യാപകരുടെ 194 തസ്തികകൾ ഉണ്ടാക്കുമെന്നും ബിൽ വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. ഒരാൾ കന്നഡ ഭാഷ പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവർക്ക് കന്നഡ ഭാഷ പഠിക്കാനുള്ള അവസരം നിഷേധിക്കപ്പെടുന്നില്ല. പ്ലസ് അവരോട് പറയുന്നു, കേരളത്തിലാണ് പഠിക്കുന്നത് എന്നുകൊണ്ട് മലയാളം കൂടി പഠിക്കണമെന്ന്. തടസ്സവാദങ്ങൾ നിലനിൽക്കില്ലെന്നായിരുന്നു സ്പീക്കറുടെ റൂളിംഗ്. ബിൽ സബ്ജക്ട് കമ്മിറ്റിക്ക് അയക്കണമെന്ന പ്രമേയം പാസാക്കി പഴയ നിയമസഭാ മന്ദിരത്തിലെ ഒരു ദിവസത്തെ സമ്മേളനം പിരിഞ്ഞു. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.